ഹായ് ഓൾ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് VSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആ ഡൗട്ടുകളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. ഇതിൻ്റെ എക്സാം ഡേറ്റ് ഇനിയും അനൗൺസ് ചെയ്യാനുണ്ട്. എങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ഇതിൻ്റെ സിലബസിനെ പറ്റിയും അതുപോലെ ഈ പോസ്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ പോസ്റ്റിനെ പറ്റി തന്നെയാണ്. അതായത് VSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി പോസ്റ്റ് ആണോ അതോ ഒരു പെർമനന്റ് പോസ്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ ബ്രാഞ്ചസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റും അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇനിയും ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഏതൊക്കെ ബ്രാഞ്ചസിന് അപ്ലൈ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, അപ്പോൾ അതിന് ഓരോരുത്തരുടെയും എത്ര വേക്കൻസീസ് ഉണ്ടെന്നുള്ളതും അതിൻ്റെ ക്വാളിഫിക്കേഷനും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഇപ്പോൾ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ, ഓട്ടോമൊബൈൽ, സിവിൽ, അപ്പോൾ അങ്ങനെ പല പല ബ്രാഞ്ചസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ നമുക്ക് ഈ ഇലക്ട്രോണിക്സിനും കമ്പ്യൂട്ടർ സയൻസിനും മെക്കാനിക്കലിനും സിവിലിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ പോസ്റ്റാണ് ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാ സിലബസുകൾ ഡിഫറെൻ്റ് ആണ്. ഓരോ ബ്രാഞ്ചസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റ്, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അതിൻ്റെ ആ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ദ പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ, ഇങ്ങനെ ഒരു പോയിന്റ് ആ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടെമ്പററി പോസ്റ്റ് ആണോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു പെർമനന്റ് പോസ്റ്റ് ആണ്. കാരണം ഈ നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ആ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട്. അത് ലെവൽ 7 ആണ്. ലെവൽ 7 എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ടെമ്പററി പോസ്റ്റിന് കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ആ ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പേ സ്കെയിലിന് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലെവൽ 7 സ്കെയിലാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പേ സ്കെയിൽ കൊടുക്കുന്നത് ഈ ഒരു പെർമനന്റ് പോസ്റ്റിന് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഇസ്രോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാറും ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതൊരു പെർമനന്റ് പോസ്റ്റ് തന്നെയാണ്. ആ ഒരു പ്രൊബേഷണറി പീരീഡ്, ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു VSSC ആ ഒരു പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞാൽ ഇത് പെർമനന്റ് പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ദ പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ. അപ്പോൾ പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞാൽ ഇത് പെർമനന്റ് പോസ്റ്റ് തന്നെയാണ്, അതിൻ്റെ പേ സ്കെയിലും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതൊരു പെർമനന്റ് പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഡൗട്ടും നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് എവിടെ പഠിച്ചു തുടങ്ങണം? നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിലബസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു കോമൺ സിലബസ് ഈ ഒരു ഇസ്രോ ഇതിനു വേണ്ടി സെപ്പറേറ്റ് പുറത്ത് വിട്ടിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ, അതിൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ആ ഒരു ഡിപ്ലോമ ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിന്റെ റെഫർ ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ ഏരിയ മനസ്സിലാവും. നമ്മുടെ കോർ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ അത് ഇപ്പം ഇലക്ട്രോണിക്സ് ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും അവരുടെ ആ ഒരു
സിലബസിൽ വരുന്ന ആ ഒരു പഠിച്ചിട്ടുള്ള സിലബസിൽ വരുന്ന കോർ സബ്ജക്റ്റുകൾ തന്നെയാണ് ഇതിലും നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരുപാട് സിലബസുകൾ അങ്ങനെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ അടുത്ത ഡൗട്ടിലേക്ക് പോവാം. ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കൺസേൺ ബ്രാഞ്ച് വൈസ് ഉള്ള ആ ഒരു എക്സാം തന്നെ ആയിരിക്കും. നമ്മുടെ ഇപ്പം ഇലക്ട്രോണിക്സുകാരാണെങ്കിൽ ഇലക്ട്രോണിക്സുകാർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിലബസ് വെച്ചിട്ടുള്ള ആ ഒരു എക്സാം ആയിരിക്കും റിട്ടൺ ടെസ്റ്റിൽ വരുന്നത്. സോ അതിൽ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഒരു സിലബസ് ഓഫ് റിട്ടൺ ടെസ്റ്റ് ഷാൾ ബി കരിക്കുലം ബേസ്ഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കരിക്കുലം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോർ പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സിലബസ് ആണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഇസ്രോ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷനും പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ നെഗറ്റീവ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാസ് ക്രൈറ്റീരിയ വരെ പറയുന്നുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് മാർക്കുകളും ഒരു കാറ്റഗറി വൈസ്, ജനറൽ കാറ്റഗറി ആണെങ്കിലും റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിലും ആ മാർക്കിൻ്റെ ആ ഒരു വെയിറ്റേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് മേ വേരി. അതുപോലെ തന്നെ നമുക്ക് സ്കിൽ ടെസ്റ്റും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും വെയിറ്റേജും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ ആ ഒരു എക്സാം പാറ്റേൺ ആണ്. ആ നോട്ടിഫിക്കേഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇനി നമുക്ക് വരുന്ന മെയിൻ ഡൗട്ട്, നമ്മുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു വ്യക്തതയില്ല എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് നമുക്കൊരു പർട്ടിക്കുലർ സിലബസ് എടുത്തു വെച്ചിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം സിലബസ് നെറ്റിൽ കിടക്കുന്ന സിലബസുകളൊക്കെ അത് നമ്മൾ ഇസ്രോ പുറത്ത് വിട്ട സിലബസുകളല്ല. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കോർ സബ്ജക്റ്റുകൾ, അതിപ്പം ഗേറ്റിൽ ഇപ്പം ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഗേറ്റ് സിലബസിൽ വരുന്ന കോർ പേപ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കോർ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഗേറ്റ് ലെവൽ വരുന്നില്ല. ആ ഗേറ്റ് ലെവൽ മീൻസ് അത്രയും ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് ഈ ഒരു എക്സാമിന് ചോദിക്കുന്നത്. എങ്കിലും അത്യാവശ്യം പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഞാൻ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഗേറ്റ് സിലബസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ മോഡ്യൂൾസ് അല്ല, അതിനകത്ത് പറയുന്ന കോർ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. പ്ലസ് 1-2 സബ്ജക്റ്റുകൾ നമ്മൾ ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില ഏരിയയിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒരു സിലബസ് പാറ്റേൺ നമ്മൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ലാസ്റ്റ് ഒരു 3 ഇയേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഗേറ്റ് സിലബസ് ആണോ അതല്ല സെപ്പറേറ്റ് സിലബസ് ആണോ? അപ്പോൾ അതിനകത്ത് ഓൾറെഡി ആ നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട് കരിക്കുലം ബേസ്ഡ് സിലബസ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആസ് ആൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഡിപ്ലോമ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ലെവൽ ഗ്രാജുവേറ്റിന് പറയാൻ പറ്റും എന്തൊക്കെയാണ് കോർ പേപ്പേഴ്സ്, നിങ്ങൾ പഠിക്കുന്ന കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അത് തന്നെ നമ്മുടെ ഗേറ്റ് സിലബസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ആ മോഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ആ ഒരു സ്റ്റഡി മാത്രം മതി. പക്ഷേ അതിൻ്റെ അത്രയും ഗേറ്റിൻ്റെ ആ ഒരു ഹൈ ലെവലിൽ പഠിക്കണമെന്ന് നമ്മൾ പറയില്ല. കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻസ് അത്രയും ഹൈ ലെവലിലുള്ളതല്ല, ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എങ്കിലും അതിനകത്ത് പ്രോബ്ലംസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സിലബസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു മോഡറേറ്റ് സിലബസ് നമുക്ക് പറയാം, മോഡറേറ്റ് ഗേറ്റ് സിലബസ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഗേറ്റിൽ വരുന്ന സബ്ജക്റ്റുകളെല്ലാം കോർ സബ്ജക്റ്റുകളാണ്. പ്ലസ് 1-2 പേപ്പേഴ്സ് എക്സ്ട്രാ വരും, അഡീഷണൽ ആയിട്ട് വരും. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ നമുക്കത് ഏതൊക്കെയാണ് ആ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു സിലബസ് നമ്മളൊരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ നമുക്ക് നെറ്റ്വർക്ക്, സിഗ്നൽ സിസ്റ്റം, ഇലക്ട്രോണിക് ഡിവൈസസ്, അനലോഗ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ സർക്യൂട്ട്സ്, കൺട്രോൾ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം ഗേറ്റിൻ്റെ സിലബസിൽ വരുന്ന പേപ്പേഴ്സാണ്. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ പോസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ നെറ്റ്വർക്കിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏരിയയിൽ നിന്നാണ്, ഇപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെയും വെയിറ്റേജും കാര്യങ്ങളൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏരിയ മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഗേറ്റ് സിലബസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ ആ മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു മോഡറേറ്റ് രീതിയിൽ പഠിക്കുക. ദെൻ ഇലക്ട്രോണിക് ഡിവൈസസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടന്റുകൾ അതും നമുക്ക് പ്രോബ്ലംസും കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ നമ്മളത് പഠിച്ചു പോകണം. അപ്പോൾ അത് ഗേറ്റ് ലെവലിൽ നമുക്കിപ്പം ഗേറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരില്ല, അത്ര ഹൈ ലെവലിലേക്ക് പോവില്ല, എങ്കിലും തീരെ ലോ ലെവൽ ക്വസ്റ്റ്യൻസും അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്ലോമ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൺസേൺഡ് സിലബസ് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ, സിലബസ് ഞാൻ ഉദ്ദേശിച്ചത് ഗേറ്റ് സിലബസ് തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഇത്രയും ഗേറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്ലസ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്ന ഈ 2 സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടുന്ന് മാത്സിൽ നിന്ന് ബേസിക് ആയിട്ട് എല്ലാ ബ്രാഞ്ചസിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ഗേറ്റ് സിലബസിലും മാത്സ് പറയുന്നുണ്ട്. അപ്പോൾ മാത്സ് ഇതിനകത്ത് ബേസിക് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ വരുന്ന കോർ പേപ്പേഴ്സാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇപ്പം മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ ഒക്കെ ചിലപ്പോൾ ഡിജിറ്റലിനകത്ത് വരുന്നതായിരിക്കാം. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ ഇലക്ട്രോണിക്സുകാർ പഠിച്ചിരിക്കണം. മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ, അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇതൊക്കെ നമുക്ക് ആ ഒരു ഗേറ്റിനകത്ത് അത്ര സിലബസിൽ അങ്ങനെ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും ഒക്കെ ഉണ്ട്, എങ്കിലും ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാരണം അത് സിലബസിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് മെക്കാനിക്കലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ അങ്ങനെയുള്ള ബ്രാഞ്ചസ് നമ്മളിവിടെ പോസ്റ്റ് വിളിച്ചേക്കുന്ന ആ ബ്രാഞ്ചസിൻ്റെയും നമ്മൾ ആ ഒരു ഗേറ്റ് സിലബസ് എടുക്കുക. ആ ഗേറ്റ് സിലബസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് തന്നെ ഒരു മോഡ്യൂൾ പ്രിപ്പറേഷൻ നമുക്ക് പറ്റും. അപ്പോൾ അതിനകത്ത് ഗേറ്റിനകത്ത് ചോദിച്ചേക്കുന്ന മിക്ക സബ്ജക്റ്റുകളും നമുക്ക് ഈ ഒരു ഏരിയയിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് മെക്കാനിക്കൽ എടുത്താലും കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു ഗേറ്റ് പാറ്റേൺ തന്നെയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ നെയിം കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ഒരു ഗേറ്റിൽ കൊടുത്തേക്കുന്ന മോഡ്യൂൾസ് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബേസ് ആക്കിക്കൊണ്ട് വേണം നമ്മുടെ സിലബസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓൾറെഡി ഇപ്പോൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഗേറ്റ് സിലബസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സിൻ്റെ നോക്കുവാണെങ്കിൽ നെറ്റ്വർക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മെക്കാനിക്കൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏരിയയിൽ അല്ലെങ്കിൽ ഏത് ഒരു മോഡ്യൂളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ എല്ലാത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്നും, അനലോഗ് സർക്യൂട്ട്സിൽ നിന്നും, അല്ലെങ്കിൽ ഓപ്പാമ്പ്, അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം, കമ്മ്യൂണിക്കേഷനിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഗേറ്റ് ലെവൽ അത്രയും വരുന്നില്ല. ആ ഒരു ഗേറ്റ് നിങ്ങൾ ആ ഒരു ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഗേറ്റ് സിലബസ് വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഗേറ്റ് സിലബസ് അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ സിലബസ് നോക്കിയാലും അതിനകത്ത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതും ക്വസ്റ്റ്യൻ പേപ്പറോട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു സിലബസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ അത് കരിക്കുലം ബേസ്ഡ് സിലബസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സൈറ്റിലൊക്കെ ഓരോ സിലബസുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഓരോരുത്തർ പ്രിപ്പയർ ചെയ്തതാണ്. കാരണം ഈ ഒരു പ്ലാനിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ഏതൊക്കെ മോഡ്യൂൾസ് വരുന്നു എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏരിയ മനസ്സിലാക്കാൻ പറ്റും. അത് ഓരോ ബ്രാഞ്ചിൽ, ഇപ്പോൾ മെക്കാനിക്കലൊക്കെ ആണെങ്കിലും മെക്കാനിക്കലിൻ്റെ ഗേറ്റ് സിലബസ് നമുക്ക് അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മോഡ്യൂൾസ് വെച്ചിട്ട് നമ്മളൊരു സിലബസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. പോസ്റ്റ് പെർമനൻ്റ് ആണ്. അതുപോലെ തന്നെ സിലബസ് എന്ന് പറയുന്നത് ഇന്ന സിലബസ് ആ രീതിയിൽ നമ്മളങ്ങനെ പഠിച്ചു പോകുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ആ ഒരു ഗേറ്റ് ഓറിയൻറ്റഡ് സിലബസ് വെച്ചിട്ട് ഒരു സ്റ്റഡി നടത്തുന്നതാണ്. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ, അത് വെറും സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചേക്കുന്നത്.
അത് വെറും സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്, മിക്സ്ചർ ഓഫ് സിമ്പിൾ ആൻഡ് മോഡറേറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ ഇലക്ട്രോണിക്സ് പഠിച്ചുള്ളവർക്ക് നമുക്കത് പെട്ടെന്ന് അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ബിറ്റ് റേറ്റിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ബിറ്റ് റേറ്റിൻ്റെ ഇക്വേഷൻ NFS ആണ്. അപ്പോൾ ഇവിടെ ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, FS കണ്ടുപിടിക്കാനുള്ള ഹിൻ്റാണ് ബാൻഡ് വിഡ്ത്ത്. അപ്പം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ചെയ്താൽ നമുക്ക് FS കിട്ടും. FM ആണ് തന്നിരിക്കുന്നത് 4.5 എന്ന് പറയുന്നത്. അപ്പോൾ 2 × 4.5 എന്ന് പറയുന്നത് 9 MHz. ഈ ഒരു വാല്യൂ ആണ് FS കിട്ടുന്നത്. അപ്പം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആ മാക്സിമം ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നൈക്വിസ്റ്റ് റേറ്റ് വെച്ച് 2FM കണ്ടുപിടിക്കാം. ഇത് സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്, PCM എന്നുള്ള സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്, അല്ലാതെ ഇൻഡയറക്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് FS കിട്ടും. N കണ്ടുപിടിക്കാൻ ലെവൽ തന്നിട്ടുണ്ട്. ലെവൽ 1024 തന്നിട്ടുണ്ട്. ഇപ്പം ലെവലിൻ്റെ ഇക്വേഷൻ 2n എന്നാണ്. അപ്പം L = 2n. എല്ലിൻ്റെ വാല്യൂ 1024 ആണെങ്കിൽ N എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അപ്പം അങ്ങനെ N-ൻ്റെ വാല്യൂ 10, FS-ൻ്റെ വാല്യൂ 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 Mbps എന്നാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ജസ്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത്രയും ലെവലാണ്. ഞാനപ്പോൾ അതിനകത്തുനിന്ന് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഒരു മോഡറേറ്റിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാനത് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ചോദിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ ഇങ്ങനെ കാസ്കേഡായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്, 3 ആംപ്ലിഫയേഴ്സ്. ഇതിൻ്റെ ഓവറോൾ ഗെയിൻ ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് പ്രോഡക്റ്റ് എടുത്താൽ പോരാ, കാരണം നമ്മൾ ഓപ്ഷൻസോട് നോക്കണം. dBയിലാണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് 20 log A1 ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. 20 log base to the 10 100. ഇവിടെ 100 അല്ലേ, A1 എന്ന് പറയുന്നത് 100 ആണ്. പ്ലസ് 20 log base to the 10 200 പ്ലസ് 20 log base to the 10 100. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ 100 എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ ആണ് അല്ലേ. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 log 10 to the base 10 എന്ന് എഴുതാം. പ്ലസ് ഇത് ഞാൻ ചെയ്യുന്നില്ല, ഇത് തൽക്കാലം 20 log base to the 10 200 എന്ന് എഴുതിയേക്കുവാണ്. പ്ലസ് ഇതും ആദ്യത്തെ പോലെ തന്നെയാണ്, 40 log base to the 10 10. ഈ 10 base to the 10 10 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു 40 വരും, ഇവിടെ ഒരു 40 വരും, അപ്പോഴേ 80 ആയി. പിന്നെ ഇത് നോക്കി, ഇതെന്ന് പറയുന്നത് log 200 എന്ന് പറയുമ്പോൾ അതിനകത്തൊരു 100ഉം വരുന്നുണ്ട് അല്ലേ. 100ഉം ഒരു 2 × 100 എന്നല്ലേ നമ്മൾ അതിനെ എഴുതുന്നത്. 200ന് 2 × 100 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 20 log base to the 10 2 × 100 2 × 100 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ log AB എന്ന് പറഞ്ഞാൽ log A plus B ആണ്. log 10 to the base 2 പ്ലസ് log 10 to the base 100 പ്ലസ് 40 പ്ലസ് 40. അപ്പോൾ നമുക്കിവിടെ log 10 to the base 2ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല, പക്ഷെ ഇതറിയാം. log 10 to the base 100 എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു 40 വരും. അപ്പോൾ ഓൾറെഡി 40 പ്ലസ് 40 പ്ലസ് 40 120 ആയി. 120യുടെ കൂടെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ വെച്ച് 126 ആണ്. അപ്പോൾ ലോഗിൻ്റെ 2ൻ്റെ വാല്യൂ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷനിലൂടെ നോക്കി എഴുതാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ടാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, ഓപ്ഷൻസ് വെച്ച് തന്നെ എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 126 dB ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതും ബേസിക് ക്വസ്റ്റ്യൻ ആണ്. dBയിലല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇനി ഇത് ഓപ്പ് ആമ്പിൽ നിന്ന് ചോദിച്ചതാണ്, ഫിഗറൊക്കെ തന്നതാണ്, പക്ഷേ എങ്കിലും ഇത് വലിയ ടഫ് ക്വസ്റ്റ്യൻ അല്ല. ഒരു ഇൻവേർട്ടിങ് സമ്മിങ് ആംപ്ലിഫയർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് എഴുതാം അല്ലേ. നമുക്ക് മൈനസ്, ഇത് RF ആണ്, RF ഇത് R1 ഇത് R2 R3. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് -RF ബൈ -RF -60/20 ഇൻറ്റു ഇൻപുട്ട്. ഔട്ട്പുട്ട് എഴുതുമ്പോൾ -RF/R1 ഇൻറ്റു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 volt പ്ലസ് അടുത്തത് അഗെയിൻ -RF/R2 എന്ന് പറയുന്നത് 40 ഇൻറ്റു 2 volt പ്ലസ് അടുത്തത് -60/-RF/R3 ഇൻറ്റു 3 volt. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് നമുക്ക് -3 വരും,
പ്ലസ് ഇവിടെയും ക്യാൻസൽ ചെയ്തൊക്കെ വരുമ്പോൾ അഗെയിൻ -3 വരും, ലാസ്റ്റ് ഒരു -3 വരും. സോ നമുക്ക് -9 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഫിഗർ തന്നെങ്കിലും ഒരു ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ആണ്. ഇതൊരു വലിയ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യനോ ഒന്നും അല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഞാൻ ഇപ്പം പറഞ്ഞ എല്ലാം മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ ആണ്. ഒരു കോമൺ കളക്ടർ ആംപ്ലിഫയറിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അതിന്റെ യൂണിറ്റി വോൾട്ടേജ് ഗെയിൻ ആണ്. ഇതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഒരു ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ്. ദെൻ അടുത്തതും ഓപ്പറേഷൻ ആംപ്ലിഫയറിന് ചോദിച്ചിട്ടുള്ളൊരു, അപ്പോൾ അത് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഹിന്ദിയിലും ഇംഗ്ലീഷിലൂടെയാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ഓപ്പ് ആമ്പിനകത്ത് കറക്റ്റായിട്ട് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം CMRR ഇൻഫിനിറ്റി ആണ്, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഇൻഫിനിറ്റി ആണ്, കോമൺ മോഡ് ഗെയിൻ ഇൻഫിനിറ്റി അല്ല, അത് 0 ആണ്. അപ്പോൾ ഇവിടെ റോങ് ആൻസർ ഇതാണ്. കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫിനിറ്റി അല്ല, ഇത് പകരം 0 ആണ്. അപ്പോൾ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ C ആണ്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് വരുന്നത്. ഇപ്പം മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് അനലൈസ് ചെയ്താലും നമുക്ക് ഇതേ പാറ്റേൺ ആണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. എങ്കിലും അങ്ങ് ഏറ്റവും ലോ ലെവൽ ക്വസ്റ്റ്യൻ അല്ല, ഒരു ഭയങ്കര ഹൈ കട്ട് ഓഫ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ലെവൽ അല്ല ചോദിക്കുന്നത്. എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സിലബസ് പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. ഏതൊക്കെ കോർ പേപ്പറുകൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ ആ സബ്ജക്റ്റിൻ്റെ പേര്, ഇപ്പം ഞാൻ റെഫർ ചെയ്ത പോലെ തന്നെ ആ സബ്ജക്റ്റിൻ്റെ പേരുകൾ വെച്ചിട്ട് നമ്മൾ ആ ഗേറ്റ് സിലബസ് തന്നെ എടുക്കും. അപ്പോൾ ഗേറ്റ് IAS എന്നൊക്കെ പറയുന്നത് ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിക്ക ISRO എക്സാമുകളും ഗേറ്റ് സിലബസ് ഓറിയൻറ്റഡ് ആണ്. സിലബസ് പ്രിപ്പയർ ചെയ്യുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ആ ഒരു ഗേറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുന്ന നല്ലതായിരിക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്നില്ല, എങ്കിലും ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത 2 പോയിന്റുകൾ, നമ്മുടെ സിലബസ് അത് ഗേറ്റ് ആണോ നോൺ ഗേറ്റ് ആണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അത് ഗേറ്റ് സിലബസ് വെച്ചിട്ട് തന്നെ പഠിക്കുക, എന്നിട്ട് ക്രാക്ക് ചെയ്യേണ്ട രീതിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു പോസ്റ്റ് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ പ്രൊബേഷണറി കഴിഞ്ഞാൽ അത് ഒരു പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേ സ്കെയിൽ ലെവൽ 7 ആണ് അത് പറയുന്നത്. അത് പെർമനൻറ്റ് പോസ്റ്റുകാർക്ക് പറയുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിശ്വസും നേരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു കോഴ്സിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തരുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.